ഇതാണ് നമ്മളെ ഷാറൂഖ് പറഞ്ഞ സാറല്ലേ. ഈ വാഹനത്തിന്റെ ബാക്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളാണെന്ന് പറയാം. അറബ് സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അറബ് നാട്ടിലെ വാഹന സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടാനാകാത്ത ഒരു മോഡലിന്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ബിടെക് എന്ന ഓമന പേരിൽ അറബ് നാട്ടിൽ അറിയപ്പെടുന്ന നിസാൻ സഫാരി എന്ന് പറയുന്ന അതികായകൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നിസാൻ സഫാരി എന്ന് പറയുന്ന വാഹനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ വിശേഷങ്ങളും നിസാൻ സഫാരി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിസാൻ പെട്രോൾ സഫാരി എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിസാൻ സഫാരിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. അറബ് നാട്ടിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ഡെസേർട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നിസാൻ്റെ വാഹനമാണ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചില ആളുകൾക്കെങ്കിലും ഫെമിലറൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ദുബായിൽ ഏറ്റവും കൂടുതൽ CIDകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്. ഏറ്റവും കൂടുതൽ അറബി ആൺകുട്ടികൾ അല്ലെങ്കിൽ അറബി പുരുഷന്മാർ ഉപയോഗിക്കുന്നത് ഈ വാഹനമാണ് എന്നൊക്കെ പറയാം. ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ പ്രൗഢി കൊണ്ട് മാത്രം വാങ്ങിയ ചില സുഹൃത്തുക്കളും എനിക്കുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർത്തു പോകണം. ഇവിടെ കേട്ടോ, ദുബായിലാണ്. അപ്പം വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ആദ്യം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 2016 മോഡൽ വാഹനമാണ്. 2021 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ തിരൂരിലേക്ക് ഇപ്പം കാർനെറ്റ് വഴി വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. നിസാൻ സഫാരി എന്ന് പറയുന്ന ഈ വാഹനത്തെ അറബികൾ അല്ലെങ്കിൽ അനറബികൾ ഇഷ്ടത്തോടെ വിളിക്കുന്ന ഒരു പേര് ബിടെക് എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തുള്ളത് ഒരു ബിടെക് എഞ്ചിനാണ് എന്നുള്ളത് മാത്രമല്ല, ബിടെക് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്യൂൺ ചെയ്ത് ഉപയോഗിക്കുന്ന, അതായത് 1000 HP വരെ പവർ കൂട്ടാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് നിസാൻ സഫാരി എന്നുള്ള കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്. ആ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ നാട്ടിൽ മോഡിഫിക്കേഷൻ അലൗഡ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല ഇതിൻ്റെ എക്സോസ് നോട്ടും പലരും ദുബായിൽ മാറ്റാറുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു ഗ്രില്ല് യൂണിറ്റിനെ കുറിച്ച് കാണാം. അതായത് ഒരു V ഷേപ്പ്ഡ് പോലെ 2 ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ല്. അതിനകത്ത് നിസാൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു നിസാൻ ലോഗോയാണ്. ശരിക്കും നിസാൻ പെട്രോൾ പോലത്തെ ഒരു മോഡൽ ഇന്ത്യൻ വാഹന വിപണിയിൽ അവൈലബിൾ അല്ല. നിസാൻ പെട്രോളിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു കാര്യമൊക്കെ നിസാൻ പലതവണയായിട്ട് പ്രഖ്യാപിച്ചു എങ്കിലും പിന്നീട് അതൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിസാൻ്റെ പല വാഹനങ്ങൾ, അതായത് ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള പല വാഹനങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കൂടിയാണ്. UAE നമ്പർ പ്ലേറ്റ് കാണാം. ശരിക്കും ഇതൊരു അബുദാബി നമ്പർ പ്ലേറ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് UAE AD എന്ന് കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. നൈസല്ലേ, ഒരു റെഡ് കളറൊക്കെ കൊടുത്തുകൊണ്ട്. അവിടെ നമ്പറിനാണ് പ്രാധാന്യം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഫോഗ് ലാമ്പിനെ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു LED ഫോഗ് ലാമ്പ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് മുകളിൽ കാണാൻ കഴിയും. അതിന് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 2016 മോഡലാണ്. 2021 മോഡലിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റഫ് ആൻഡ് ടഫ് വാഹനമാണ്. അതായത് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനകത്തില്ല. ഇതൊരു റിജിഡ് വാഹനമാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫൺ ആഗ്രഹിക്കുന്ന, അതായത് ഡെസേർട്ട് ഡ്രൈവ്, ഓഫ് റോഡ് തുടങ്ങിയിട്ടുള്ള ഫണ്ണുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് എന്നുള്ളതാണ് നിസാൻ സഫാരിയെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ്. ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് നമ്മൾ 2021 മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വലിയ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. ബമ്പറിൽ വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഗ്രില്ല്, അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സെയിം തന്നെയാണ്. അതിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 2021 മോഡലിലേക്ക് വന്നപ്പോഴും 2016 മോഡലിലേക്ക് വന്നപ്പോഴും ഇതിൻ്റെ ഡിസൈൻസിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും നിസാൻ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സഫാരി ബിടെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇത് എല്ലാവരും ഈ ഒരു രൂപത്തിലാണ് ഇതിനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. ഈ രൂപത്തെയാണ് പലരും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. പെർഫോമൻസിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, ആ രൂപത്തെയും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 2021 വരുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങൾ വരുന്നത് ഇവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനുകൾ പോലത്തെ ഉള്ള കാര്യങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു റെട്രോ ലുക്കിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ കാണാം. ഇത് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. അതായത് മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് അങ്ങനെ വലിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും ഈ വാഹനത്തിനകത്തില്ല എന്നുള്ളതാണ്. അതൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു
സ്റ്റെപ്പ് കാണാം വാഹനത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ, നമ്മൾ മലയാളത്തിൽ പാത്തി എന്നൊക്കെ പറയും, വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ആ ഒരു ഭാഗം, അത് നമ്മൾ ജീവാകളിൽ നേരത്തെ ഫെമിലറൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലത്തെ ഒരു യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനാണ് നമുക്ക് ശരിക്കും സൈഡ് പ്രൊഫൈലിൽ പറയാനുള്ളത്. ഈ വാഹനം ദൂരെ നിന്ന് കാണുന്ന സമയത്ത് വലിയ ഹൈറ്റ് ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവുമെങ്കിലും എടോ എന്നേക്കാളും ഉയരമുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമാണ്. നമ്മളെപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിസാൻ പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെയും ഒക്കെ ടോപ്പ് ഭാഗം കാണാൻ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ. അതായത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ, താഴെ നിന്നിട്ട് കാണാൻ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഭാഗ്യം ഉണ്ടാവൂ എന്നുള്ളതാണ്. ആ ഒരു കാര്യം സത്യമാണ് എന്നുള്ളത് ഇത്തരം വാഹനങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്തും നമുക്ക് തോന്നാറുണ്ട്. ഒരു 21 ഇഞ്ച് അലോയ് വീലാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. നിസാൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ ടയർ എന്ന് തന്നെ പറയാം. ഓഫ് റോഡിലേക്ക് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഡെസേർട്ടിലേക്ക് പോകുന്ന സമയത്തും ടയറിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ടയർ തന്നെയാണ് നിസാൻ സഫാരി വീടെക്കിനകത്ത് നിസാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ഫെൻഡേഴ്സ് നമുക്കിവിടെ കാണാം. ആ ഫെൻഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീമാകാര ലുക്ക് വാഹനത്തെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ 2 പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളാണെന്ന് പറയാം. ഒന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പെയർ വീലിന്, അതായത് വീലിന് ക്രമീകരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ജീവാകളിലും അതുപോലെ തന്നെ എക്കോ സ്പോർട്ടിലും കണ്ട് ശീലിച്ചതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡിലാണ് വാഹനത്തിൻ്റെ പിറകിൽ ഒരു കവറെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ പെട്രോൾ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാൻ സഫാരി അല്ലെങ്കിൽ നിസാൻ പെട്രോൾ സഫാരി എന്നുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കെട്ടി വലിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഈ ഹുക്ക് ശരിക്കും പറഞ്ഞു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, പ്രത്യേകിച്ച് സഫാരി പോലത്തെ ഒരു വാഹനത്തിന്. കാരണം എപ്പോഴും ഓഫ് റോഡ് അല്ലെങ്കിൽ ഡെസേർട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. രണ്ടാമത് ഈ വാഹനത്തിൻ്റെ റിയർ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് ഗേറ്റ്, അതായത് ടെയിൽ ഗേറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടോ 2 ഡോറുകളായിട്ട്, നമ്മൾ അലമാരയുടെ ഒക്കെ ഡോർ തുറക്കുന്ന പോലെ 2 ഡോറുകളായിട്ട് തുറക്കും. ഇവിടെ ഇതാണ് ഇത് തുറക്കുന്നതിൻ്റെ ബട്ടൺ കേട്ടോ. ഇത് അപ്പോൾ അത് കൊടുത്തിട്ട് എടുത്ത് രണ്ടുമായിട്ട് തുറക്കാവുന്നതാണ്. ഈ ഡോർ തുറക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും, കാരണം അതിനകത്തൊരു വലിയ വീൽ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്ന് പറയാം. അതായത് ഒരാൾക്ക് ഒരാഴ്ച താമസിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളാം. അത് ഞാൻ വെറുതെ പറയുന്നില്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയാണ്. ഒരാഴ്ചക്കുള്ള സാധനം ഇതിനകത്ത് കൊള്ളാൻ പറ്റുമെന്നുള്ളതാണ്. കാര്യങ്ങൾ അട്ടിട്ട് അതിന് ഒരു 10 ക്യാബിൻ ബോക്സ് ഒക്കെ ഇതിനകത്ത് കൊള്ളും. അത്തരത്തിലുള്ള ഇത് ക്രമീകരിച്ചുള്ളത്. ഇത് നമ്മൾ ആ വിഞ്ചിൻ്റെ ഭാഗം കേട്ടോ, അത് അവർ അവിടെ റിലീസ് ചെയ്ത് വെച്ചാണെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം, നമുക്ക് 2 ആൾക്ക് ബാക്കിലിരുന്ന് വിശാലമായിട്ട് പേപ്പറൊക്കെ വിരിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ക്രമീകരിച്ചുള്ളത്. ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വാഹനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഈ വാഹനത്തെ നമ്മൾ ദുബായിൽ ഒരുപാട് കാലം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വീഡിയോ ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളെ കാർ ഹണ്ട് സീരീസുമായി ബന്ധപ്പെട്ട് നവാസ് ബ്രോയും സമീർ ബ്രോയും ഈ വീഡിയോ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലതും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അകത്തുനിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് ഡോർ നമുക്ക് അകത്തുനിന്ന് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ബാക്കിൽ ഇനിയിപ്പോൾ ഒരാൾ ഇരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം. ഇത്രയാണ് നമുക്ക് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഈ ഡോർ അടച്ചിട്ട് വേണം ഈ ഡോർ അടക്കാൻ. അത് സ്വാഭാവികമായിട്ട് അറിയാം. ഒരു വൈപ്പർ യൂണിറ്റ് ശരിക്കും ഇതിനകത്തുണ്ട്, ബാക്കിൽ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഡീഫോഗർ ലൈൻസിനെ ക്രമീകരിച്ചുള്ളത് നല്ല രസമുണ്ട്. ജീപ്പിൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു എയർ ഡാമിൻ്റെ ഡിസൈൻ എന്തിനോടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് മോട്ടുമോയിലിന് വഴി കാണിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അതേമാതിരി ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് കൂടി പോയിട്ട് അതേമാതിരിയാണ് ഈ ഡീഫോഗർ ലൈൻസ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് കളറാണെങ്കിലും അകത്തൊരു റെഡ് കളറിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അതൊരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയാണല്ലോ. അപ്പോൾ സീറ്റുകളൊക്കെ റെഡിലാണ് കൊടുത്തിട്ടുള്ളത്. ലെതർ എലമെൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വുഡൻ ട്രിമോ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇത് ശരിക്കും ഒരു ലെതർ എലമെൻ്റ് ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ടോ ഇതൊരു വുഡൻ ട്രിമ്മിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴും ഒരു സോഫ്റ്റ് മെറ്റീരിയലുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്രാച്ച് പ്രൂഫാണ്. ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പവർ വിൻഡോൻ്റെ കൺട്രോളും അതുപോലെ തന്നെ ഡോർ ലോക്ക് ആൻഡ് ലോക്കും മാത്രമാണ് ബട്ടൺസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വിൻഡോൻ്റെ കൺട്രോളാണ്. അത്ര മാത്രമാണ് ഇതിനകത്ത് ഡോറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കുഷ്യനോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡ് സീറ്റിംഗ് കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മാനുവലിൽ ഒരു ചെറിയ അപ്ഡേഷൻ ഉണ്ടെന്ന് മാത്രം. നേരെ കുറച്ച് ഇതിനകത്ത് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പെട്രോൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പലരും മലയാളികൾ പെട്രോൾ എന്ന് പറയാറുണ്ട്, പാട്രോൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് പാട്രോൾ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാട്രോൾ എന്നും പറയാറുണ്ട്. അത് അറബികൾ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. പാട്രോൾ എന്നുള്ളത് പാട്രോൾ എന്നും പറയാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. നമ്മൾ നേരത്തെ മെഴ്സിഡീസ് ബെൻസിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അത് ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ.
ഇവിടെ ബെൻസിൻ്റെ ഒരു ലോഗോ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ AC വെൻറ്റുകൾ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതും ഒരു വുഡൻ ട്രിമ്മിനകത്താണ് കൊടുത്തുള്ളത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ ബേസിക് ആണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. അതും വളരെ സിമ്പിളായിട്ടോ. അതായത് ഇതിനകത്ത് അങ്ങനെ ഫണ്ണായിട്ട്, അതായത് നമ്മൾ മ്യൂസിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ട് വലിയ അപ്ഡേഷൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന് വലിയൊരു തെളിവാണ്. വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടും വേറൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതൊരു ഹിഡൻ പോർട്ട് പോലെ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് AC വെൻറ്റുകൾ കാണാം. അതുപോലെ തന്നെ ACയുടെ കൺട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതും നമ്മൾ പലപ്പോഴും പഴയ വാഹനങ്ങളിലാണ് അധികം കണ്ടിട്ടുള്ളത്, ഇത്തരത്തിൽ തിരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പല വാഹനങ്ങളിലും ഇപ്പോൾ കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ഭാഗങ്ങളാണ് ഇതിനകത്ത് ക്രമീകരിച്ചുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു റെട്രോ ലുക്കിൽ അത് അതുപോലെ തന്നെ ക്രമീകരിച്ചാണെന്ന് പറയാം. തൊട്ടിപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺസും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ഓണും ഓഫും ഇങ്ങനെ ജസ്റ്റ് തിരിച്ചുകൊണ്ടാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ സെറ്റപ്പ്, അത് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ സിഗരറ്റ് കത്തിക്കാനുള്ള ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സബ് ടാങ്ക്, റിയർ കൂളർ, കൂൾ ബോക്സ്, ഇങ്ങനെ 3 ബട്ടൺ കാണാം. സബ് ടാങ്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് 2 ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. ഒന്നൊരു മെയിൻ ടാങ്കും അതുപോലെ തന്നെ ഒന്നൊരു സബ് ടാങ്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് ഫ്യൂവലിൻ്റെ ഭാഗം കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു മീറ്ററിനകത്ത് 2 ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സബ് ടാങ്കിൽ എത്ര ഫ്യൂവൽ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അല്ലാത്തതിനകത്ത് എത്ര ഫ്യൂവൽ ഉണ്ട് എന്നുള്ളതും അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തത്. പിന്നെ റിയർ കൂളർ, അതുപോലെ ബാക്കിൽ കൂളറിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കൂൾ ബോക്സ്, അതിൻ്റെ കൺട്രോളുകൾ, അതായത് ഓൺ ചെയ്യാനുള്ള കൂള് കൺട്രോൾ ചെയ്യാനുള്ള 2 ബട്ടൺസുമാണ് അവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഒരു ഡമ്മി ബട്ടണുകളായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരു വുഡൻ ട്രിമ്മിൻ്റെ ഭാഗം, ഇത് നമ്മുടെ മാനുവൽ ഗിയർ ബോക്സ്, ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഇത് 4x4ൻ്റെ കുഞ്ഞ ബട്ടൺ. ഇതൊരു പക്ക ഓഫ് റോഡറാണ്. അതിന് വേണ്ടിയിട്ടാണ് അറബ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുക. അവരുടെ വീക്കെൻഡിൽ ഡെസേർട്ടിൽ പോയിട്ട് തകർക്കാനും അതുപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാനും ഒക്കെയാണ്. അനായാസേന എവിടേക്കും എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാഹനമാണ് എന്ന് പറയാം. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ആഷ്ട്രേനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ഡമ്മി ബട്ടനും വെറുതെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 2 കപ്പ് ഹോൾഡറുകൾ കാണാം. ഇത് ചെറിയ വെള്ളം കുപ്പി മാത്രം വെക്കാൻ പറ്റുന്ന കപ്പ് ഹോൾഡറാണ്. ഇതിനകത്തൊരു 1 ലിറ്റർ വെള്ളം കുപ്പി വെക്കാൻ പറ്റില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഡോർ സൈഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് വെക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇതൊരു കൂൾ ബോക്സ് ആണ്. ആൻഡ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വെള്ളമൊക്കെ കൂൾ ചെയ്ത് സൂക്ഷിക്കാം. ഇപ്പോൾ അതിനകത്ത് കണ്ണാടൻ്റെ ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. തൽക്കാലം ഇപ്പോൾ ഇവിടെ കൂൾ ബോക്സ് വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇതും ഒരു ലെതർ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു സൺറൂഫ് ഉണ്ട്. ഒരു ചെറിയ സിംഗിൾ പാൻ സൺറൂഫാണ്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഈ ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു കണ്ണാടി വെക്കാനുള്ള പോക്കറ്റും മാനുവലി ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു റിയർ വ്യൂ മിററിനെയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോ ബോക്സിന് നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്. ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് പ്രധാനമായിട്ടും സംസാരിക്കാനുള്ളത്. ഇനി നമ്മൾ ഇരിക്കുന്നത് നിസാൻ സഫാരിയുടെ സെക്കൻഡ് റോയിലാണ്. ശരിക്കും പറഞ്ഞാൽ തൈ സപ്പോർട്ട് കുറച്ച് കുറവുള്ള പോലെയുണ്ട്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്തും സസ്പെൻഷൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ്റെയും കംഫർട്ട് കൊണ്ട് നമുക്ക് നല്ല രൂപത്തിൽ ഇരിക്കാൻ പറ്റാറുണ്ട്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ദുബായിൽ നമ്മളിത് വെച്ച് ഒരുപാട് ഓഫ് റോഡുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇതെല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടിരിക്കുക. അതുപോലെ ഇവിടെയും കണ്ടോ ഒരു പ്രത്യേക ആകൃതിയിൽ ഒരു പിടുത്തം വെച്ച് അതുമൂലമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റാറുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ലെഗ് റൂം കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 4 പേരിൽ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂമും ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും നമുക്കൊരു AC വെൻറ്റിൻ്റെ കൺട്രോൾ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും മാനുവലിയാണ് കേട്ടോ. നമുക്കിങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ആഷ്ട്രേനെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ എഞ്ചിൻ സ്പേസിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, എൻ്റെ ചെസ്റ്റിൻ്റെ അത്ര ഉണ്ട് എന്നുള്ളതാണ്. ഹൈഡ്രോളിക് സ്ട്രട്ടോട് കൂടി വന്നിട്ടുള്ള ഹുഡും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നിസാൻ സഫാരിയുടെ ടിൻ ക്യാം 24 വോൾട്ട് 4.8 ലിറ്റർ VTEC എഞ്ചിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. വിദേശ നാട്ടുകളിൽ ഒരുപാട് ആളുകൾ ഇത് ട്യൂൺ ചെയ്തിട്ട് പവർ കൂട്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് പല പർപ്പസുകൾക്കായിട്ട് പവറിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല വീഡിയോകളും ഷോർട്സൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. റവ് ചെയ്തിട്ട് നമ്മുടെ എക്സോസ്റ്റ് നോട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഇതും ആ തരത്തിൽ ചെറുതായിട്ട് എക്സോസ്റ്റ് നോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.
നമ്മളെ ഷാറൂഖ് പറഞ്ഞ പറഞ്ഞതല്ലേ, അത് ശരിക്ക് നിസാൻ സഫാരിയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ റഫീഖ് ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ ഖലീൽ ബ്രോ, അസർ ബ്രോ, ഇവരെ മൂന്നാളെ നമ്മൾ ഓൾറെഡി കണ്ടു നമ്മുടെ ലംബോർഗിനിയുടെ വീഡിയോയിൽ. കാരണം എന്ന് വെച്ചാൽ ലംബോർഗിനി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സാധാരണ എല്ലാവരും കൊണ്ടുവരൽ ഷിപ്പിലാണ്, അതൊരു വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം, സാധാരണ ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ വണ്ടി എടുക്കാൻ ഒരു റീസൺ ഉണ്ടായിരിക്കും. പലരും ലുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ടായിരിക്കും, പെർഫോമൻസ്. ഇങ്ങനൊരു വണ്ടി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇത് ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി കണ്ട അവിടെ പൊതുവെ ഈ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഭയങ്കര വികാരമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിനെ അത്ര അത് കണ്ട അവിടെ പോയിട്ടാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്, പെട്രോളിനെ കുറിച്ചിട്ട്. അടിപൊളി. ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത് SU എന്ന് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ, ഇത് നമുക്ക് ട്യൂൺ ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ലീഗലായിട്ട് അലൗഡ് അല്ല, അത് ഓരോ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വണ്ടി ശരിക്ക് ഷെയ്ഖ് സായിദ് റൂട്ടിലൂടെ ഭയങ്കര സ്പീഡിൽ 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിയൊരു വാഹനമായിരിക്കും. ഇത് നമ്മളെ കേരളത്തിൽ കൊടുത്ത് ഓടിക്കുന്ന സമയത്തുള്ള ഫീൽ വ്യത്യാസം എന്തൊക്കെയാണ്? കേരളത്തിൽ പൊതുവെ അത്ര സ്പീഡിലൊന്നും യൂസ് ചെയ്യാൻ നമുക്ക് പറ്റൂല. പിന്നെ ജസ്റ്റ് നമ്മുടെ നാട്ടിലൂടെ അങ്ങനെ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ അത്രയാണ്. ശരിക്കും എന്തെങ്കിലും ഒരു വ്യത്യാസം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നോക്കും? മൈലേജിൻ്റെ കാര്യത്തിലോ, റോഡിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ ഡ്രൈവ് കംഫർട്ടിൻ്റെ കാര്യത്തിലോ? ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ഇതിന് ഇപ്പോൾ ഇടുന്ന ബലൂൺ ടൈപ്പ് ടയറാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ബുദ്ധിമുട്ടാവുന്നൊക്കെ വിചാരിച്ചിരുന്നു, കാരണം നല്ല ജെർക്കിയും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ശരിക്കും. പണ്ട് എല്ലാവരും പറയാറുണ്ട് റോഡ് വളരെ മോശമാണ്. ഞാനത് സ്പെസിഫിക്കലി അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ കൂടി നമ്മൾ പറയണ്ടേ, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ശരിക്കും കേരളത്തിൽ. ഞങ്ങളിത് ഓൾമോസ്റ്റ് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചി അങ്ങോട്ടാണെങ്കിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല. അതൊരു നല്ല ഒരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ശരിക്കും ഇത്തരം വണ്ടികൾക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ്, മൈലേജ് നോക്കാറുണ്ടോ? ഇല്ല, ജസ്റ്റ് പെട്രോൾ അടിക്കും, തീരുമ്പോൾ നോക്കും. പിന്നെ 2 ടാങ്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വരുന്നത് മാത്രം. എന്തായാലും താങ്ക് യു സോ മച്ച്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഞങ്ങൾ വിളിച്ച സമയത്ത് തന്നെ വളരെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ വണ്ടിനെ കുറിച്ചിട്ട്? ഹാപ്പിയാണ്, കൊണ്ടുവന്നതിൽ പ്രശ്നമില്ല. ഈ വണ്ടി കൊണ്ടുവരാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? അതായത് പ്രത്യേക എന്തെങ്കിലും റീസൺ ഉണ്ടോ നാട്ടിൽ കൊണ്ടുവരാൻ? നാട്ടിൽ കൊണ്ടുവന്നു. അടിപൊളി. എന്തായാലും അസർബോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആള് ഗ്ലാമറൊക്കെ വെച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കില്ല, നമ്മൾ പിന്നെ പണ്ടോ അതേപോലെ. അപ്പോൾ ഇതാണ് നിസാൻ സഫാരി, അല്ലെങ്കിൽ അറബികൾ വളരെ സ്നേഹത്തോടു കൂടി ബിടെക് എന്ന് വിളിക്കുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളും നമുക്ക് അവൈലബിൾ ആയ സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.